കൈ അടിച്ചോണ്ട് പറഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിലെ നന്മയെ തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ നന്മയെ തീരുമാനിക്കുന്നത് ദൈവമല്ല, പിന്നെ ആരാണ്? നമ്മളാണ്. ഇത് പറയുമ്പോൾ നമുക്ക് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും, വിരോധാഭാസമായിട്ട് തോന്നും. പക്ഷെ സത്യം അതാണ്. കാരണം കർത്താവ് നമുക്ക് അവന്റെ നാമത്തെ നൽകിയിരിക്കുക എന്തിനു വേണ്ടിയാ? വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്യുമ്പോഴും അവന്റെ നാമത്തിൽ ചെയ്യുവാൻ അവൻ നമുക്ക് എന്റെ വാക്കിനെ തന്നിരിക്കുക. ബ്രദറെ, എന്റെ വീട്ടിലൊന്നും ഇല്ല ബ്രദറെ. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ നിങ്ങൾ ചിലതിനെ ഉളവാക്കണം. അയ്യോ ബ്രദറെ, പ്രശ്നം മാറുന്നില്ല. കർത്താവ് പറഞ്ഞു, എന്റെ നാമത്തിൽ അതിനോട് കൽപ്പിച്ചാൽ അത് കടലിൽ പോയി പതിക്കും. കൈയടിക്കാതെ. അയ്യോ ബ്രദറെ, ഞാൻ രോഗിയാ, എന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. അയ്യോ ബ്രദറെ, ഭയങ്കര പോരാട്ടമോ, എന്റെ നാമത്തിൽ സകല മുഴങ്കാലും മുട്ടുമടക്കും. കൈയടിക്കാതെ, ആമേൻ പറയാതെ. പക്ഷെ നമ്മൾ പലപ്പോഴും എന്നാന്നറിയോ, ദൈവമേ എന്നെ തൊടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. ദൈവം നിങ്ങളുടെ കയ്യില് അവന്റെ നാമത്തെ നൽകിയിരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല കത്രി ഉണ്ടെന്ന് വിചാരിച്ചേ. നിങ്ങളൊരാള് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു തുണിയുടെ കഷ്ണം മുറിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എടുത്ത് മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുവോ? ഇല്ല. എന്ത് ചെയ്യും നിങ്ങൾ അതിന് പകരം? നിങ്ങളുടെ കയ്യിൽ നല്ല കത്രിയ ഉള്ളത്, ആ കത്രിയ നേരെ ഉപയോഗിക്കും. ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ കയ്യിൽ ചെയ്യാനെന്താ അറിയും? നമ്മുടെ കയ്യിൽ കത്രിയ ഉണ്ട്, പക്ഷേ മേളിലോട്ട് നോക്കിയിട്ട് ദൈവമേ ദൈവമേ ഇറങ്ങി വരണേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവോ? ചിലതിനെ നിങ്ങൾ മുറിച്ചു കളയണം, ചിലതിനെ നിങ്ങൾ ജയിക്കണം. ഞാൻ ഇന്നലെ ദുബായിൽ പ്രസംഗിക്കുമ്പോൾ ഇൻ ക്രൈസ്റ്റാ പ്രസംഗിച്ചത്. കർത്തൃമേശയെ പ്രസംഗിച്ചത് 1 മണിക്കൂർ ആ വഴിക്ക് പോയി. അവിടെ മെസ്സേജ് പറഞ്ഞില്ല. ഞാൻ ഇൻ ക്രൈസ്റ്റാ പ്രസംഗിച്ചത്. പറയുമ്പോൾ എന്നെ സ്വാധീനിച്ചിരുന്നൊരു ചിന്ത ഞാൻ പറഞ്ഞു. ഞാൻ സോളോട് ഒന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കും. എന്നെ ചെയ്യും? കർത്താവേ നീ എന്നോട് സംസാരിക്കണം, യേശുവേ നീ എന്നോട് ഇടപെടണം. എങ്ങനെയല്ലേ? എനിക്ക് തോന്നി അത് ഇവിടെ പ്രസംഗിച്ചാലും തോന്നിപ്പോയി. പക്ഷെ ഞാൻ സത്യത്തിലെ കർത്താവിലേക്ക് വളരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവശബ്ദം പലപ്പോഴും കേൾക്കത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. അതിന് പകരം നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിമിഷം മുതൽ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്നല്ലേ ശബ്ദം കേൾക്കാൻ നോക്കുന്നേ? നിങ്ങളൊന്നും മിണ്ടാത്തെ? നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? അവരുടെ കാര്യം നേരത്തെ, ദാറ്റ്സ് ഗ്രേറ്റ്. പക്ഷെ നമ്മൾ ദൈവശബ്ദം കേൾക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കണം എപ്പോഴെങ്കിലും തോന്നൽ വരുമോ? പുറത്തുനിന്ന് എന്തോ എക്സ്പെക്ടേഷൻ മുഴുവൻ പുറത്തുനിന്നല്ലേ? നിങ്ങൾ എന്താന്നും മിണ്ടാത്തെ? നമ്മുടെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിനോട് ദൈവത്തിന് ഇടപെടാൻ കഴിയുമെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നതാണ് സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് ദൈവശബ്ദം കേൾക്കണോ? എന്നെ ചെയ്യണം? എന്നിൽ ഒരുവനുണ്ട്, ലോകത്തിലേക്കാൾ വലിയവൻ. അവന്റെ അഭിഷേകം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് സകലതും എനിക്കറിയാം, എനിക്ക് സകലതും മനസ്സിലാകും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. അവനാൽ പ്രാപിച്ച അഭിഷേകം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ആരും എന്നെ ഉപദേശിക്കേണ്ട കാര്യമില്ല. അഭിഷേകം തന്നെ എന്നെ ഉപദേശിക്കാൻ ശക്തമാണ്. എൻ്റെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നു. ഇന്നത്തെ ന്യൂ ജനറേഷൻ സഭകളിൽ സംഭവിച്ച ഒരു വലിയ പ്രശ്നം പറയട്ടെ. ഞാൻ പറയട്ടെ. ദൈവം ഇതാ നിങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ദൈവം ഇന്ന് ഒരു പ്രത്യേക അനുഭവം തരാൻ പോവാ. അപ്പൊ നമ്മളെല്ലാവരും ആ അനുഭവത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കയറി പ്രാർത്ഥിച്ചോളയും. ഞാൻ അങ്ങനെ ചെയ്യാറില്ലെന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷെ സഭകളിൽ സംഭവിച്ച പ്രശ്നമാണ്. അവരെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഒരാൾക്ക് വേണ്ടി ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അയാളുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടെന്ന് മനസ്സിലായാൽ, എൻ്റെ ഉള്ളിൽ ഒരുവൻ വസിക്കുന്നു എന്ന് മനസ്സിലായാൽ, അയാളുടെ ശ്രമം നിർത്തും. അയാൾ പകരം കേൾക്കാനായി തുടങ്ങും. ഇന്ന് ദൈവം നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി വാതിൽ തുറക്കുക, ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി നിന്റെ ചെവി തുറക്കുക. എവിടോ പ്രശ്നമുണ്ടോ? നിങ്ങൾ യേശുവിൽ വന്ന ദിവസം മുതൽ ദൈവശബ്ദത്തിനായി നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുക. യേശുവിനെ വിശ്വസിച്ച ദിവസം മുതൽ നിങ്ങളുടെ കാത് തുറന്നിരിക്കുക, നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുക. ഇനി കണ്ണ് തുറക്കണ്ട, നിങ്ങളുടെ കാത് തുറക്കണ്ട. ആൾറെഡി ആ കണ്ണുകൾ തുറന്നതാണ്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാൽ
റാസിനിയാന്തലക്കോ. നമ്മുടെ അജ്ഞതയാ പല നന്മകളും നമ്മളിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നേ, അറിയോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, നമ്മുടെ അജ്ഞതയാണ് പല നന്മകളെയും നമ്മളിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരു അജ്ഞത പറയട്ടെ, ഞാൻ ഒരു അജ്ഞത പറയട്ടെ. നമുക്ക് ദർശനങ്ങൾ ദൈവം തരുമെന്ന് ഇപ്പൊ അറിയാം അല്ലെ? ദർശനങ്ങൾ തരും, സ്വപ്നങ്ങൾ തരും. സ്വപ്നങ്ങളും ദർശനങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ അശരീരി പോലൊരു ശബ്ദം കേൾക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മള് ഒത്തിരി ഞാൻ ഒത്തിരി ബാലരമ വായിച്ചിട്ടുള്ള ആള്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വായിച്ചിട്ടുള്ള ആണോ? ബാലരമ വായിച്ചിട്ടുള്ള കൈവക്കി, എല്ലാവരും കൈവക്കി അല്ലേ? അതിനകത്ത് നമ്മൾ കൊച്ചു കൊച്ചു കഥകൾ കാണും. ദൈവം പ്രത്യക്ഷപ്പെട്ടു, ദേവത വന്നു, ദേവൻ വന്നു, അശരീരി പോലെ മരം വെട്ടുമ്പോൾ കേട്ടു, അങ്ങനെയൊക്കെ വായിച്ചിട്ടില്ല ഞങ്ങള്. നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെയൊക്കെ കേൾക്കുന്നൊരു ചിന്തയുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് പോലെ ദൈവത്തിന് നിങ്ങളുടെ അടുക്കിലേക്ക് നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് അൺഇമാജിനബിളാണ്. നമ്മൾ എവിടെയോ അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. എന്നെ ശ്രദ്ധിക്കുന്നോ? സത്യമല്ലേ ഞാൻ പറയുന്നത്? നിങ്ങളോട് ദൈവം പേഴ്സണലി ഞാൻ വന്ന് വർത്താനം പറയണ വർത്താനം പറയുമോ? നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? പറ, ചിന്തിക്കാൻ പറ്റുമെന്നോ ഇല്ലെന്നോ? നമ്മൾ ആദ്യം പറയും അതിനുള്ള യോഗ്യത എനിക്കില്ലെന്ന് പറയും. ആദ്യത്തെ പ്രശ്നം എവിടെയാ? ഇനി യോഗ്യത ഉണ്ടെന്ന് തോന്നിയാലും ദൈവത്തിന് അങ്ങനെ വരാൻ പറ്റുമെന്ന് നമ്മുടെ തല്ലിൽ തോന്നും. ഇനി അങ്ങനെ വരാൻ പറ്റുമെന്ന് തോന്നിയാലും നമ്മൾ പറയും അതൊക്കെ കുറച്ച് ഉയർന്ന വിളിയുള്ള ആളുകൾക്കാന്ന് പറയും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അടുത്തിരിക്കുന്നവരോട് ചോദിക്കേ. ആദാം എന്ന് പറയുന്ന ആൾക്ക് ഏത് ശുശ്രൂഷ വിളിയാ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേ. അപ്പോസ്തലനായിരുന്നോ? അതോ പ്രവാചകനായിരുന്നോ? അല്ല ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു? അല്ല പാസ്റ്റർ ആയിരുന്നോ? ആരായിരുന്നു അബ്രഹാം? ആരായിരുന്നു ആദം എന്ന് പറഞ്ഞ ആൾ? പറ. ലൂക്കോസ് പറയുന്നത് ആദം ദൈവത്തിന്റെ മകൻ എന്നാ. നിങ്ങൾ എനിക്ക് തോന്നുന്നു അതിനൊക്കെ സ്റ്റാൻഡേർഡ് കുറവുള്ള ആൾക്കാരാണ്. എന്താ ഒറ്റൊരെണ്ണം വേണ്ടുന്നില്ല കേട്ടോ. ആദാം ശുശ്രൂഷകൻ എന്നല്ല പേരെടുക്കപ്പെട്ടിരുന്നത്, ആദാം ദൈവത്തിന്റെ മകൻ എന്ന പേരെടുക്കപ്പെട്ടിരുന്നത്. ഞാനൊരു നിങ്ങൾക്ക് അസ്വസ്ഥത വരുന്നൊരു വാചകം പറയട്ടെ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ശുശ്രൂഷകനോട് സംസാരിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പറ, ശുശ്രൂഷകനോട് സംസാരിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ മക്കളോട് എൻ്റെ അപ്പൻ വീണ്ടും. കൈകളടിച്ചൊരു ആമേൻ പറഞ്ഞു. കണ്ട, നമ്മളെ കാറ്റഗറൈസ് തിരിച്ചു വെച്ചിരിക്കുക. ജോൺ ബ്രദർ കുറെ കൂടെ വിശുദ്ധൻ, അതിനേക്കാൾ വലിയ വേറൊരു വിശുദ്ധൻ, അവരോട് കർത്താവ് വേറെ രീതി ഇടപെടും, എന്നോട് കർത്താവ്. നിങ്ങൾ അറിയേണ്ടതേ ദൈവത്തിന്റെ ഓരോ ഇടപെടലുകളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്ത് പറഞ്ഞു, ദൈവത്തിന്റെ ഓരോ ഇടപെടലുകളാണ് നമ്മളെ ഓരോ പടിയിലേക്ക് ഉയർത്തുന്നത്. അപ്പൊ ദൈവം ഇടപെടാതെ ആരും ഉയരത്തില്ല. നിങ്ങൾ അതിനെ കൈയടിച്ചില്ല. ഓരോ ദൈവിക സന്ദർശനവും ഓരോരുത്തരെ ഉയർത്തുന്നേ. അവർ ഉയർന്നത് കൊണ്ടല്ല ദൈവം സന്ദർശിച്ചത്, അവരെ സന്ദർശിച്ചത് കൊണ്ട് അവർ ഉയർന്നത്. ഞാൻ ഈ ചർച്ചിനെ നോക്കി ഒരു ദൂത് പറയട്ടെ. ഈ സീസൺ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. അസാധാരണമായ ഡിവൈൻ വിസിറ്റേഷൻ ഉണ്ടാകാൻ പോകും. God going to visit my church. Radhano, Sikhano. നമ്മുടെ കൺസെപ്റ്റുകളിലാണ് പ്രശ്നമുള്ളത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതിയിലാണ് പ്രശ്നമുള്ളത്, ദൈവത്തിനല്ല പ്രശ്നമുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിനോട് ഈ പ്രാവശ്യം ദുബായിൽ നിന്ന് വരുമ്പോൾ കർത്താവിനോട് വചനം വായിക്കും ധ്യാനിക്കും ചെയ്യുക. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, എന്തുകൊണ്ട് ഞങ്ങളുടെ ചർച്ചയിലൊന്നും മരിച്ചവർ എഴുന്നേൽക്കാതെ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു ക്യാൻസർ വന്ന ഒരാളെ വിളിച്ചോണ്ടിരുന്നു നിങ്ങൾ, പക്ഷെ ഒരു മരിച്ച ഒരാളെ എടുത്തോണ്ട് വരുമോ? കണ്ടോ, നമുക്ക് മരിച്ചവർ എഴുന്നേക്കുമെന്ന് പ്രാർത്ഥിക്കാനും പറയാനും എളുപ്പമാ, പക്ഷേ പ്രാക്ടിക്കലിലേക്ക് അത് വരുമ്പോൾ പറയും. ഞാനൊരു ചോദ്യം ചോട്ടെ, ഇന്ന് കാലുവേദന ഉണ്ടായിരുന്നു, വീട്ടിൽ വരുമായിരുന്നു, ചർച്ച വരുമായിരുന്നു? ഞാൻ ഇന്ന് ഒരുത്തനോട് ചോദിച്ചു, നീ എന്താടാ വരാഞ്ഞ്? എൻ്റെ തലയൊന്ന് മുട്ടി, അവിടെ ഒരു ചെറിയ വേദനയുണ്ട്, അത് മുറിഞ്ഞിരിക്കുമോ, അതുകൊണ്ടാണ് വരാഞ്ഞ്. ഞാൻ ഒന്നും പറഞ്ഞില്ല അവന്.
തല പൊളിഞ്ഞവനെ ചർച്ച കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിക്കും, പക്ഷെ തല മുട്ടിയ പാസ്റ്റ് വീട്ടിൽ ഇരിക്കുവോ? നിങ്ങളെന്താ മിണ്ടാത്തെ? ഒരു ഹല്ലേലൂയ പോയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറയുന്നുണ്ട്, പാസ്റ്റർ ക്രിസ്, എനിക്ക് ഇഷ്ടമുള്ള ദൈവദാസന്മാരുടെ ഒരാൾ, അദ്ദേഹത്തിന് കാൽ രണ്ടും ഒരു പ്രത്യേക അസുഖം വന്നു. അതുകൊണ്ട് അദ്ദേഹം വീൽ ചെയറിലാണ് അന്ന് മീറ്റിങ്ങിന് വന്നത്. അന്നത്തെ ക്രൂസൈഡിനിടയിൽ അദ്ദേഹം ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റു കുറച്ചു നേരം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മിനിസ്ട്രി വെളിപ്പെട്ടു. ആ ക്രൂസൈഡ് മുഴുവൻ നന്നായി ശുശ്രൂഷിച്ചു. പക്ഷേ ക്രൂസൈഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും കാല് പഴയ പോലെയായി. അപ്പോൾ അദ്ദേഹം പറയുവോ, അദ്ദേഹം ചെയ്ത കാര്യം പറയുവോ? ഇത് കൂടെ ഉണ്ടൊരു ഹല്ലേലൂയ പറയോ. ഞാൻ തന്നെ പ്രസംഗിച്ച മെസ്സേജ് ഞാൻ തന്നെ ഒന്നും കൂടെ കേട്ടു. എനിക്ക് ചിന്ത രസമായിട്ട് തോന്നി. അത് പറയാ, ആ വചനം എന്നോട് ക്രിയ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീൽ ചെയറിൽ എഴുന്നേറ്റു. ഇത് ഞാൻ പറഞ്ഞതല്ല, പാസ്റ്റർ ക്രിസ് പറഞ്ഞതാ. ഇന്ന് വേൾഡിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ടോപ്പസ്റ്റ് ദേവദാസന്മാരിൽ ഒരാളാണ്. മില്യൻസ് ആണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഒരു പ്രാവശ്യം കാണുന്നത്, ലൈവിൽ കാണുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, കർത്താവേ, അപ്പൊ എന്റെ ഉള്ളിൽ തോന്നിയ ചിന്ത ശരിയാ. ഒരു നല്ല ഹല്ലേലൂയ പറ. നമ്മുടെ അജ്ഞതയാണ് വിഷയം. അടുത്തിരിക്കുന്നവരോട് പറ, തട്ടിയിട്ട് പറ, അജ്ഞതയാണ് പ്രശ്നം. ദൈവം നമ്മുടെ ഇടയിൽ നമ്മുടെ അടുക്കിലേക്ക് വന്ന് അപ്പിയർ ചെയ്യുമെന്ന് നമ്മുടെ തലയിലില്ല. പക്ഷേ സോളിങ് വന്നിട്ട് ഇത് ആദാം എന്ന് വിചാരിച്ചോ? എല്ലാ വൈകുന്നേരം ആവുമ്പോ, ആദാം എന്തുണ്ട് വിശേഷം, നീ സുഖമായിരിക്കുന്നോടാ എന്ന് ചോദിക്കാൻ എല്ലാ ദിവസവും പുള്ളി ഇറങ്ങി വരുമായിരുന്നു. ആരാ? സകലത്തിന്റെയും ഉടയവനായവൻ തോട്ടത്തിൽ വരുമായിരുന്നു. ഒരു ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ ആദാമിൽ നഷ്ടമായ പദവി ക്രിസ്തുയേശുവിൽ എനിക്ക് മടക്കി കിട്ടിയെങ്കിൽ, ദൈവം എന്റെ സുഹൃത്തായെങ്കിൽ അവൻ എന്നെ സന്ദർശിക്കാം. സർവജ്ഞാനിയായ ദൈവം ആദാം തെറ്റ് ചെയ്ത് അറിഞ്ഞില്ലെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അപ്പോൾ അവന്റെ ജ്ഞാനത്തിന് പ്രശ്നമുണ്ടെന്ന്. പക്ഷേ തെറ്റ് ചെയ്ത, ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിച്ചോണേ, തെറ്റ് ചെയ്ത ആദാം പോലും ദൈവം നടക്കുന്ന ശബ്ദം കേട്ടു. തല കയറിയില്ല നിങ്ങൾക്ക്? അത് കയറിയില്ല എന്നതിന്റെ അർത്ഥം. തെറ്റ് ചെയ്തു മരത്തിന്റെ ഇടയിൽ പേടിച്ചൊളിച്ചിരിക്കുന്നവൻ പോലും കർത്താവ് വരുന്ന ശബ്ദം കേട്ടു. ഇത് നമ്മൾ മരത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നുമല്ല. We are open to hear him. ഇതിനകത്ത് മരത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും മരത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുവാണോ? കർത്താവ് കാണണ്ട തന്നെ. നിങ്ങൾ പറയുന്നത് എന്നറിയോ? എനിക്ക് കർത്താവിനെ കാണണം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, എനിക്ക് എന്റെ യേശുവിനെ കാണണം. യേശുവിനെ പോലെ ഞാൻ ആയാൽ മതിയേ, യേശുവിനെ പോലെ ഞാൻ നടന്നാൽ മതിയേ, യേശുവിനെ പോലെ ഞാൻ ക്രിസ്തുവിന്റെ തലയോളം വളർന്നാൽ മതിയേ, ക്രിസ്തു തന്നെ എന്നിൽ വെളിപ്പെട്ടാൽ മതിയേ, ക്രിസ്തു തന്നെ എന്നിൽ വെളിപ്പെട്ടാൽ. ഓ യേശുവിനെ പോലെ ഞാൻ ആയാൽ മതിയേ, യേശുവിനെ പോലെ ഞാൻ നടന്നാൽ മതിയേ, യേശുവിനെ പോലെ ഞാൻ ആയാൽ മതിയേ, യേശുവിനെ പോലെ ഞാൻ നടന്നാൽ മതിയേ. ഓ ക്രിസ്തുവിന്റെ തലയോളം വളർന്നാൽ മതിയേ, ക്രിസ്തുവിന്റെ തലയോളം വളർന്നാൽ മതിയേ, ക്രിസ്തു തന്നെ എന്നിൽ വെളിപ്പെട്ടാൽ മതിയേ, ക്രിസ്തു തന്നെ എന്നിൽ വെളിപ്പെട്ടാൽ മതിയേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളാണോ സ്റ്റാൻഡേർഡ് കൂടിയ ആള്, അത് ആദാമാണോ സ്റ്റാൻഡേർഡ് കൂടിയ ആള്? നിങ്ങൾ പറയും ഒരുപക്ഷെ ആദാമാണോ ആദ്യം. വെയിറ്റ് ലിസൺ ടു മീ. കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സ്നാപകനേക്കാൾ മുമ്പുള്ളവർ, അല്ലെങ്കിൽ യോഹന്നാൻ വരെയുള്ളവർ ദൈവരാജ്യത്തിൽ എല്ലാവരേക്കാൾ ചെറിയവനാ. ആദാമിനെ കർത്താവ് പറഞ്ഞില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ആദാം മുതൽ യോഹന്നാൻ വരെ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവരാ. പക്ഷെ യോഹന്നാൻ സ്നാപകൻ മുതൽ ദൈവരാജ്യത്തിനകത്ത് വേറൊരു പൊസിഷൻ ഉണ്ട്. ആ കോളറൊക്കെ ഒന്ന് പിടിച്ചിട്ട് കൂടിയിട്ട് പറഞ്ഞേ, ഞങ്ങൾ കുറച്ച് ഗ്രേഡ് കൂടിയ ആൾക്കാരാ. അത് മനസ്സിലായാൽ ആ സെക്കൻഡ് മുതൽ വിസിറ്റേഷന് വേണ്ടി വാതിലുകളെ തുറക്കാൻ, വിസിറ്റേഷൻ ചെയ്യുവാൻ. അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ആണ്
അത്ഭുതങ്ങളുടെ അമ്മ എന്ന് പറയുന്നത്. അത്ഭുതങ്ങളുടെ അമ്മ. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെങ്കിൽ കൈ കൊടുത്തിട്ട് പറ, അത്ഭുതങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് എന്തുവാ? നിങ്ങളുടെ പ്രതീക്ഷയാണ്. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഈ പകൽ ഒരു അത്ഭുതം ഉണ്ടാകും, ഈ പകൽ ഒരു അടയാളം ഉണ്ടാകും, ഈ സമയം ഒരു അത്ഭുതം ഉണ്ടാകും, ഈ പകൽ ഒരു അടയാളം ഉണ്ടാകും. കമോൺ കൈകളടിച്ചു ആമേൻ പറ. നമ്മുടെ വിഷയം എന്തോ ആത്മലോകമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എല്ലാ ദിവസവും ആദാമിന്റെ അടുക്ക വന്ന് ആദാമോ സോളി പാടി നമുക്കൊന്ന് കൈ കോർത്ത് പിടിച്ച് നടക്കാന്ന് വിചാരിച്ചാൽ നീ അവിടെ പോയി നിൽക്കുക. വാ, ആദാമും ദൈവം കൂടെ സൊറയൊക്കെ പറഞ്ഞ് നടക്കുക. അത് ആദാം വീണുപോയതുകൊണ്ട് സാധ്യമല്ലാതായിപ്പോയി. പക്ഷെ നിങ്ങൾ അറിയണേ, ആദാം വീണുപോയി പാപത്തിൽ വീണ് കിടക്കുന്ന ജനമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഹാനോക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആദാമിനെ പോലെ നടക്കണമെന്ന് പറഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറ. അയാളോട് കൂടെ നടക്കാൻ ദൈവം തയ്യാറായിരുന്നു. പക്ഷെ ഹാനേക്കിനേക്കാൾ വലിയൊരു ജനറേഷനാണ് നമ്മുടെ ഓരോരുത്തരും. He is ready to visit you. അവൻ നിന്നോട് നിനക്ക് വേണ്ടി സന്ദർശനം തരാൻ, അവൻ നിന്നോടൊപ്പം നടക്കാൻ, നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ. He is ready. അവൻ റെഡിയാണ്. അടുത്തിരിക്കുന്നവരോട് ചോദിക്കുക, ദൈവം നിന്റെ അടുക്ക് വന്ന് സംസാരിക്കുവോ? ദൈവം നിനക്ക് വെളിപ്പെടുവോ? ഇങ്ങനെ എപ്പോഴാണോ എൻ്റെ നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവമൊക്കെ പിന്നെ വെളിപ്പെട്ടാലും മതി. ഇതാണ് നമ്മുടെ പ്രശ്നം. അറിയോ, നമ്മൾ വരുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ദൈവമായുള്ള റിലേഷൻ അല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു അമ്മ ഒരു കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ ആ കൊച്ചൊരിക്കലും ആ അമ്മ ഒരിക്കലും വിചാരിക്കുന്ന ഞാൻ കൊച്ചിന് പാല് കൊടുക്കുന്നു എന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത്. ആ പാല് കൂടെ ആ അമ്മ കൊടുക്കുന്നത് അതിൻ്റെ സ്നേഹം കൂടെയാണ്. എനിക്ക് തോന്നാറുണ്ട്, ജോഹയും അന്നയും പാല് കുടിക്കുന്ന സമയം എൻ്റെ ദൈവമേ രണ്ടുപേരും സോളി ഇങ്ങനെ പിച്ചും. ഇത് സഹിച്ചുകൊണ്ടായിരിക്കും പാല് കൊടുക്കുന്നത്. അവരെ അടിക്കാൻ നോക്കൂ. നമ്മൾ പിച്ചുന്ന പിള്ളേരായിരുന്നു കേട്ടോ. ജോഹ പറയുന്നത് ഞാൻ അറിഞ്ഞില്ല ഒപ്പാ. കർത്താവിനോട് കൂടെ നടക്കാൻ കഴിയും. പറഞ്ഞേ, ഞാൻ എല്ലാം അങ്ങോട്ട് പോകട്ടെ. ശ്രദ്ധിച്ചേ, ആദാമിന്റെ കൂടെ കർത്താവ് വസിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ശിശുമാരുടെയും സ്ഥിതി ഇതായിരുന്നു കേട്ടോ. യേശു ഈ ഭൂമിയിൽ അവരോടൊപ്പം സഞ്ചരിച്ചിരുന്നുവെങ്കിലും, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, യേശു ഈ ഭൂമിയിൽ അവരോടൊപ്പം സഞ്ചരിച്ചിരുന്നുവെങ്കിലും മരിച്ചതിന് ശേഷം അവരുടെ ഉള്ളിൽ ഒൽപ്പ് പോലും തോന്നിയില്ല യേശു ഇനി മടങ്ങി വരുമെന്ന്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സത്യത്തിൽ ഒരാൾ പ്രവചനം പറഞ്ഞു യേശു ദൈവപുത്രനാണെന്ന്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ യേശു പറഞ്ഞതോ യേശു ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വരുമെന്നുള്ളതോ ഒന്നും തലയിൽ കയറിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാ അപ്പോസ്തലപ്രവൃത്തി 1:2 അവൻ കഷ്ട അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ പല വിധത്തിൽ അവരെ പ്രൂവ് ചെയ്തു കർത്താവ്. അവർക്ക് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് അവരുടെ അകത്ത് ലഭിച്ച ഉറപ്പാണ് അവരുടെ ശുശ്രൂഷയുടെ രഹസ്യം എന്ന് പറയുന്നത്. രണ്ടുപേരുടെങ്കിലും കൈ കൊടുത്തിട്ട് പറ, യേശു ജീവിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാം, പക്ഷേ എപ്പോഴാണോ ഉറപ്പ് ലഭിക്കുന്നത് അപ്പോഴാ ശുശ്രൂഷ ആരംഭിക്കുന്നത്. യേശു ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയോണ്ട് മാത്രമല്ല ശുശ്രൂഷ കേട്ടോ. ആ യേശു ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും യേശു എന്നെ ഈ ഭൂമിയിൽ അവൻ്റെ ജീവിച്ചിരിക്കുന്നു എന്നതിനെ പ്രസന്റ് ചെയ്യാൻ, അവനെ പ്രസന്റ് ചെയ്യാനാണ് എന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് എന്ന് ഒരാൾ ഗ്രഹിക്കാനും കൂടെ തുടങ്ങിയാൽ അയാളുടെ ജീവിതം തലതിരിച്ചതുപോലെ മാറാൻ തുടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദനേരത്തിൽ ഹല്ലേലൂയ പറഞ്ഞു.
യേശു അവരുടെ പല ദൃഷ്ടാന്തങ്ങളാൽ പല വിധത്തിൽ ദൈവം അവരോട് ഇടപെട്ടു. എന്തിനു വേണ്ടിയാ? അവർക്കുള്ളിൽ ധൈര്യം വരണം. അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും ജീവനോടിരിക്കുകയാണ്. യേശു മരിച്ചിട്ടില്ല. അടുത്തിരിക്കുന്ന 4 പേരോട് കൈ കൊടുത്തിട്ട് പറ, യേശു മരിച്ചിട്ടില്ല. യേശുവിന്റെ വിസിറ്റേഷനിലൂടെ അവർക്കൊരു കാര്യം ഉറപ്പായി, കാണുന്നില്ലെങ്കിലും ഉണ്ടെന്നുറപ്പാണ്. 1-2 പേരെ കൈ കൊടുത്തിട്ട് പറ, കാണുന്നില്ലെങ്കിലും ഉണ്ടെന്നുറപ്പാണ്. കാണുന്നില്ലെങ്കിലും ഉണ്ടെന്നുറപ്പാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദകർത്തരി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കുറച്ചു നേരമായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡില് എനിക്കൊരു ഏഞ്ചലിക് വിസിറ്റേഷൻ കാണാമായിരുന്നു. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, അനേക ആളുകളുടെ ഉള്ളിൽ അസാധാരണ റെവലേഷനുകൾ ഉണ്ടാകുന്നു. ഈ ആളുടെ പ്രത്യേകത റെവലേഷൻ പകരുന്ന ഏഞ്ചലാണ്. കാണുന്നില്ലെങ്കിലും ഉറപ്പാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു ഉദാഹരണം, യേശു ശിഷ്യന്മാർ 2 പ്രാവശ്യം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതിന് ശേഷവും പത്രോസ് പിൻവാങ്ങിപ്പോയി. 2 പ്രാവശ്യം മരിച്ചതിന് ശേഷം 2 പ്രാവശ്യം വന്ന് കണ്ടതാ. ഉയർത്തെഴുന്നതിന് ശേഷം 2 പ്രാവശ്യം കണ്ടതാ. പക്ഷെ 3-ാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ പത്രോസ് മീൻ പിടിക്കാൻ പോയി നിൽക്കുക. കരയിൽ നിന്ന് കർത്താവ് ചോദിച്ചു, എന്തെങ്കിലും കൂട്ടുവാനുണ്ടോ? അവർ പറഞ്ഞില്ല. എങ്കിൽ വലയിട. 153 മത്സ്യം കിട്ടി. ആ യേശുവിനെ സ്നേഹിച്ച ശിശു പറഞ്ഞു, ആ നിൽക്കുന്നയാളെ മനസ്സിലായോ? വെറുതെ അല്ല മീൻ കയറിയത്, നിൽക്കുന്നത് കർത്താവാണ്. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ ദേഹത്ത് ഷോക്ക് അടിക്കുന്നുണ്ടോ? ആ ഷോക്ക് അടിക്കുമ്പോൾ വിചാരിച്ചോണം, സംതിങ് ഈസ് വർക്കിംഗ്, സംതിങ് ഈസ് ഗോയിങ് ഓൺ. ശ്രദ്ധിച്ചോണോ ഞാൻ പറയുന്നേ? അടുത്ത വാചകം. പത്രോസ് നഗ്നനായ വെള്ളത്തിൽ ചാടി. അവർ നേരെ കരയിലേക്ക് 153 മത്സ്യങ്ങളുമായി കയറി. കരയിൽ കയറിയപ്പോഴാണ് മനസ്സിലായേ, യേശു വേറെ മീൻ ചുട്ടു വെച്ചിട്ടുണ്ട്. അവിടെ അപ്പം വേറെയുണ്ട്, മീനുണ്ട്. അവർക്ക് അന്നൊരു തീരുമാനം ഉണ്ടായി, യേശു മരിക്കണേക്കാൾ മുമ്പ് എന്തെല്ലാം യേശുവിന് പറ്റുമോ അതിനേക്കാൾ കൂടുതൽ യേശു മരിച്ചതിന് ശേഷം, ഉയർത്തതിന് ശേഷം മനസ്സിലാകും. ആ അനുഭവത്തിന് ശേഷം ആ പത്രോസിനോട് പറഞ്ഞേ, നീ എന്റെ ആടുകളെ മേയ്ക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഴിവില്ലാത്ത പത്രോസ് അന്ന് മാർപ്പാപ്പയായി. തള്ളി പറഞ്ഞ പത്രോസ് മാർപ്പാപ്പയായി. ഉപേക്ഷിച്ച പത്രോസ് മാർപ്പാപ്പയായി. നിങ്ങളുടെ അകത്ത് ദൈവം ജീവിക്കുന്നു തോന്നിയാൽ നിങ്ങളുടെ ശുശ്രൂഷ നിലവാരം മാറും. അവരതുകൊണ്ട് എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിക്കുമ്പോൾ അവർക്കൊരു കാര്യം അറിയായിരുന്നു, ഈ പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കുന്ന ആളുകൾ കാണുന്നില്ലെങ്കിലും ഞങ്ങളുടെ വലത്ത് വശത്ത് ഒരുത്തൻ നിൽപ്പുണ്ട്, ഞങ്ങളുടെ ഇടത്ത് വശത്ത് ഒരുവൻ നിൽപ്പുണ്ട്, ഞങ്ങളുടെ പുറകിൽ ഒരുവൻ നിൽപ്പുണ്ട്. ആർക്കും കാണാൻ കഴിയുന്നില്ലെങ്കിലും സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഞാൻ ഇന്നതുപോലെ ഒരു സംഭവം പറയട്ടെ നിങ്ങളോട്. ഞാൻ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് തളർന്നൊരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ ആ തലയിൽ വെച്ച് കൈവച്ചിട്ട് അല്പം നേരെ സ്തോത്രം ചെയ്തു. രോഗശാന്തി ശുശ്രൂഷയിലേക്ക് ഞാൻ വരുന്ന കാലഘട്ടമാണ് 1998 കണ്ട. പക്ഷേ ഞാൻ കൈവച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ കൈയുടെ മേൽ ആണിപ്പാടുള്ളൊരു കൈ വന്നു. ഞാൻ ഈ രോഗിക്ക് വേണ്ടി കരഞ്ഞതല്ല, ഇത് കണ്ടിട്ട് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. ആദ്യം നടന്ന തളർന്ന രോഗി സൗഖ്യമായ സംഭവം ഞാൻ ഇപ്പോഴത് ഓർക്കുന്നേ എന്ന് പറഞ്ഞ എൻ്റെ ശുശ്രൂഷയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ കൈ എന്നോടൊപ്പം ചലിക്കുന്നത് ഞാൻ കാണുമായിരുന്നു. പിന്നീട് ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും കുറച്ചു നേരം കണ്ണുകളടച്ച് സ്തുതിക്കും. എന്തിനാണെന്നറിയോ? കൈ വരുന്നുണ്ടോ നോക്കാനായിരുന്നു. സീരിയസ്ലി. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊക്കെ മുമ്പ് ഒരാളുടെ കൈ വന്നു. അവിടെ എനിക്ക് അസ്വസ്ഥത വരാൻ തുടങ്ങി.
ഞാൻ വീണ്ടും ആ കൈയിലേക്ക് നോക്കി. എനിക്ക് ഭയങ്കര അസ്വസ്ഥ. ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൈ കാണുമ്പോൾ എനിക്ക് എന്താ അസ്വസ്ഥ വരുന്നേ? ഞാൻ വീണ്ടും സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ആ കൈകൾ കറുത്ത് നിറം മാറി വേറെ രൂപം പ്രാപിച്ച് വേറെ രീതിയിലേക്ക് മാറി. ഞാൻ ചോദിച്ചു, ഇതാരുടെ കൈയാ? കർത്താവിനോട് പറഞ്ഞു, ആ രോഗത്തിന്റെ കൈയാണ് നീ കാണുന്നത്. ഞാനെന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, ജോണേ, നീ എൻ്റെ കൈ കാണുന്നു എന്ന് നോക്കരുത്. അന്നാണ് ആ ബോധം കിട്ടിയത്. ഞാൻ നിന്റെ കൈയോടൊപ്പം ഉണ്ട് എന്ന് നീ വിശ്വസിക്കണം. ആരെങ്കിലും എൻ്റെ കൂടെ എത്തിയോ? അപ്പൊ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് നിന്റെ കൈ കാണണം. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മതി, എന്റെ കൈ ചലിച്ചോണ്ടേയിരിക്കും. എന്റെ അകത്തേക്ക് ധൈര്യം വരാൻ തുടങ്ങി. ഞാൻ ആരുടെയും തലയിൽ കൈ വെക്കാൻ തുടങ്ങി. എനിക്ക് പേടി പോയി. എനിക്ക് മനസ്സിലായി, അത്ഭുതങ്ങൾ നടക്കുന്നത് ജോണിന്റെ കയ്യിലല്ല, എന്റെ കൂടെ ചലിക്കുന്ന കർത്താവിന്റെ കയ്യിലാണ്. അവർ പുറപ്പെട്ടു പോയി എല്ലായിടത്തും പ്രസംഗിച്ചു. യേശു അവരോട് കൂടെ പ്രവർത്തിച്ചു. പറ, പ്രസംഗിക്കേണ്ടത് നിന്റെ പരിപാടി, പ്രവർത്തിക്കേണ്ടത് അവന്റെ പരിപാടി. പറയേണ്ടത് നിന്റെ പരിപാടി, ചെയ്യേണ്ടത് അവന്റെ പരിപാടി. നീ പറഞ്ഞാൽ മതി, അവൻ ചെയ്യും. നീ പറയുന്നു, അവൻ ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടികിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. നീ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നീ പറയുന്നു, ദൈവം ചെയ്യുന്നു. ഈ വർഷം നമ്മൾ തിരുവനന്തപുരത്ത് സ്ഥലം മേടിക്കുന്നു. ദൈവം അത് ചെയ്യുകയാണ്. അതിനുള്ള ഫണ്ട് ഉണ്ടായി വരുന്നു. നീ പറയുന്നു, യേശു ചെയ്യുന്നു. നീ പറയുന്നു, യേശു പ്രവർത്തിക്കുന്നു. നീ വാ തുറക്കുന്നു, യേശു ചലിക്കുന്നു. തുള്ളിച്ചാടുന്നവർ തുള്ളിച്ചാട്. ആമീൻ പറയുന്നവർ ആമീൻ പറ. പറയാനുള്ള ധൈര്യം അവർക്ക് മനസ്സിലായി. പുറകിൽ ആരും കാണുന്നില്ലെങ്കിലും കർത്താവ് കാണുന്നുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞേ, കുറച്ചൊന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് ആർക്കും കാണാൻ കഴിയത്തില്ല. യോഹന്നാൻ 14:18 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നിട്ട് വെറുതെ പറയുവാ. കുറച്ചൊന്ന് കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും എന്നെ കാണാൻ കഴിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ബ്യൂട്ടിഫുൾ വേർഡ് അല്ലേ? അടുത്തിരിക്കുന്ന ചോദിച്ചേ, ലോകത്തിലെ ആർക്കും കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കാനായി തുടങ്ങും. ഒന്ന് കൈയടിക്കാൻ ആ വാക്യം ആരെങ്കിലും എടുത്ത് വായിക്കാം. കുറച്ചു കഴിഞ്ഞാൽ ആർക്കും എന്നെ കാണാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളിൽ ഞാൻ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ അനുഭവിക്കാൻ പറ്റും. അതിന്റെ പേരാ ക്രിസ്തീയ ജീവിതം. തുള്ളിച്ചാടി എന്നെ റിസീവ് ചെയ്താണ്. അടുത്തിരിക്കുന്നവരോട് പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ പുറകിലുണ്ട്. പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ പുറകിലുണ്ട്. പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ പുറകിലുണ്ട്. കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. പറ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. കണ്ണിന് കാണാനില്ലെങ്കിൽ ഒരുവൻ കൂടെയുണ്ട്. കണ്ണിന് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഒരുവൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ എക്സൈറ്റ്മെന്റ് വരാത്തെ? ഒന്ന് തുള്ളിച്ചാടിയിട്ട് പറ, കണ്ണിന് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഒരുവൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയും. ആരെങ്കിലും പറയാൻ തുടങ്ങിയ അവരുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഓ, കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. കണ്ണിന് കാണാൻ കഴിയും. ഓ, ലോകത്തിന് കാണാൻ കഴിയില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. ലോകത്തിന് കാണാൻ കഴിയില്ലെങ്കിലും ഒരുവൻ ലോകത്തിന് കാണാൻ കഴിയുന്നില്ലെന്ന് വരാം, പക്ഷെ അവൻ ആരോട് കൂടെ ഉണ്ട്? അവൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുക. ആ വാക്യം എടുത്തോ സാറേ, ഒന്ന് വായിക്കാമോ? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല.
ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നു ഉമ്മ കൊടുത്തിട്ട് പറ, അവൻ വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിടത്തില്ല. അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്റെ തലയിൽ വെച്ചിരുന്ന എന്നാന്നറിയോ? അനാഥരെന്ന് പറഞ്ഞ അപ്പനില്ലാത്തവർ. പക്ഷെ കർത്താവ് അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്നാ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, അപ്പന്മാരില്ലാതെ വിട്. അപ്പന്മാരുടെ കാര്യമല്ല, പറ, അപ്പന്മാരുടെ കാര്യമല്ല. അനാഥരെന്ന് പറയുമ്പോ തലയിൽ കയറുന്ന ഏതാ? അപ്പന്മാരുടെ കാര്യമല്ല. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഞാൻ നിന്റെ കൂടെ നടക്കും. ഞാൻ കൂടെ ഇരിക്കും. ഞാൻ കൂടെ നിൽക്കും. കൂടെ സഞ്ചരിക്കും. കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്. യേശു കൂടെ എന്ന് പറയാം. ഇല്ലെങ്കിലും യേശു കൂടെയുണ്ട്. കണ്ണിന് കാണാനില്ലെങ്കിലും യേശു കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. എന്നിട്ട് അടുത്ത് പറയുവോ? വൈകുന്നേരം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകത്തിന് കാണാൻ പറ്റത്തില്ല. നിങ്ങളോ എന്നെ കാണും. ഇത് എന്റെ യേശു അപ്പച്ചൻ പറഞ്ഞതാണെങ്കിൽ അത് ശിഷ്യന്മാരോടുള്ള കാര്യം മാത്രമല്ല. നിങ്ങളോ ഞാനോ കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ ലോകക്കാർക്ക് പിടികിട്ടത്തില്ല. ഇങ്ങനെ എന്താ ചാടുന്നത്? അവൻ പറയും കാശുണ്ടാക്കാൻ പറ്റും. വൈരക്കല്ല് വെച്ചോണം വിട്ടിട്ട് വേറെ പണിക്ക് ഇറങ്ങിയിരിക്കുവോ? അല്ലുവേ, നിനക്ക് കാണാൻ വയ്യ എന്റെ കൂടുള്ള ആരാന്ന്? സർഗാദി സ്വർഗങ്ങളിൽ കൊള്ളാൻ കഴിയാത്തവൻ, രാജാതിരാജാവായവൻ, സ്വർഗത്തിനും മതിയാകാത്തവൻ, സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ എന്റെ കൂടെ നിൽക്കുവോ? അടുത്തിരിക്കുന്നവരോട് പറ, കണ്ണിന് കാണാൻ കഴിയില്ലെങ്കിലും യേശു കൂടെയുണ്ട്. കണ്ണിന് കാണാൻ കഴിയില്ലെങ്കിലും കണ്ണിന് കാണാൻ കഴിയില്ലെങ്കിലും യേശു കൂടെ. നോക്കിക്കേ, കുറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് എന്നെ കാണാൻ കഴിയത്തില്ല. അടുത്ത വാക്ക്, എന്നാൽ നിങ്ങൾക്കോ എന്നെ കാണാൻ കഴിയുന്നു. അടുത്ത വാചകമാണ് കുറച്ചും കൂടി ഗൗരവമുള്ള. വായിച്ചേ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കാൻ പോവാ. അപ്പൊ നമ്മളുടെ ലൈഫിന്റെ പ്രത്യേകത, ഹീസ് അലൈവ്, ദാറ്റ്സ് വൈ ഐ ആം അലൈവ്. അവൻ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നെ തൊട്ടാ നിങ്ങൾ വിവരം അറിയുന്നു പറയുന്നത്. എന്നെ തൊട്ടാ തീക്കളിയാന്ന് പറയുന്നത്. കാരണം ഞാൻ ജീവിക്കുന്നതുകൊണ്ട് അവൻ ജീവിക്കുന്നേ, അവൻ ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നേ. ഒന്ന് തുള്ളിച്ചാടി ആമേൻ പറഞ്ഞേ. നിങ്ങൾ പോകാൻ റെഡിയാണോ? ഒരു രോഗിയുടെ അടുക്ക് പോകാൻ തയ്യാറാണോ? എന്നിട്ട് ആ കൈ തലയിലൂടെ വെച്ചിട്ട് പറയണേ, കർത്താവേ എനിക്ക് നിന്റെ കൈ കാണണം. ഞാൻ നിങ്ങളോട് പറയേ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമോ? ഒരു 10-25 കൊല്ലം മുമ്പ്. ഇതെങ്ങനെ എൻ്റെ തലയിൽ ഇപ്പോൾ ഓർമ്മ വന്നെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഓർമ്മ വരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ആർക്കൊക്കെയോ മനസ്സിലാകാൻ വേണ്ടിയാ, അതാർക്കൊക്കെയോ വെളിപ്പെടുകയാ. Something is going on today. അസാധാരണമായ എന്തോ സംഭവിക്കുകയാ. അത് നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാ. എന്റെ പരിപാടി നിരന്തൊഴിൽ ഇതായിരുന്നു. ആരുടെ തലയൊക്കെ ഉപയോഗിച്ചാലും കുറച്ചു നേരം കണ്ണടച്ച് അന്യഭാഷ പറയുമായിരുന്നു ഞാൻ. ആളുകൾ വിചാരിക്കും ഞാൻ പ്രാർത്ഥിക്കുകയല്ല, ഞാൻ നോക്കുക കൈ വന്നോ എന്ന്. ഞാനൊരു ദൈവ മനുഷ്യനാണ്. സ്റ്റേജിൽ നിൽക്കുമ്പോൾ കള്ളം പറയത്തില്ല, നിങ്ങൾക്കറിയാം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ആ അനുഭവങ്ങൾ ഈ പകൽ മുതൽ ഉണ്ടാകട്ടെ. സോളി, ഈ പകൽ മുതൽ നിന്റെ കൂടെ അതുണ്ടാകും. നിങ്ങളിൽ പലരുടെയും കൂടെ അതുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന പലരുടെയും കൂടെ അതുണ്ടാകും. യൂട്യൂബിൽ കാണുന്ന പലരുടെയും കൂടെ അതുണ്ടാകും. റോജ, നിന്റെ കൂടെ അതുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന പലരുടെയും കൂടെ അതുണ്ടാകും. ഈ ദിവസങ്ങൾ മുതൽ പലരുടെയും കൂടെ അതുണ്ടാകും. നമ്മുടെ തലയിൽ അങ്ങനെ ഒരു ചിന്തയില്ല. അങ്ങനെ വിഷ്വലായി ലിറ്ററലി കർത്താവ് അങ്ങനെ വരുമെന്നോ നമ്മുടെ കൂടെ പ്രവർത്തിക്കുമെന്നോ നമ്മുടെ തലയിലില്ല. അങ്ങനെ ചിന്തയില്ല. ഇപ്പൊ കർത്താവ് നമ്മുടെ വിശ്വാസം പറയാം. വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാ. പക്ഷെ ഒരാൾ കൂടെ നടക്കുന്ന കൂടെ മനസ്സിലായുള്ള ചിന്തയൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു നല്ല ഹാലോലിയാ പറയാം. ഞാൻ പലപ്പോഴും കർത്താവിനോട് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് ഏലിയാവിന്റെ കൂടെ ഇരുന്ന അതേ ദൂതൻ എൻ്റെ കൂടെ ഇരിക്കുന്ന എനിക്ക് കാണണമെന്ന്.
ആ പ്രൊഫറ്റിക് മിനിസ്ട്രിയുടെ കൂടെ അറ്റാച്ച്ഡ് ആകുന്നൊരു ഏഞ്ചലാണ്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ആ ആളുടെ കൂടെ പോയിക്കോ, ആളുടെ കൂടെ നീ പൊയ്ക്കോ. കൂടിയിരിക്കുന്ന ആള് പറയോ, കൂടുള്ള പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്നല്ല എഴുതിയിരിക്കുന്നത്, കൂടുള്ള ദൂതൻ പറയുക പൊയ്ക്കോ, അവനെ പേടിക്കണ്ടെന്ന്. എന്നെ പരിപാടിയല്ലേ? അങ്ങനൊരു ലോകത്തിലേക്ക് എന്നെയും നിന്നെയും ദൈവം കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 5-6 പേരുടെങ്കിലും അടുക്ക് ചെന്നിട്ട് പറ, അത് അൺറീച്ചബിൾ അല്ല, റീച്ചബിൾ ആണ്. പറയുന്നുണ്ടോ? എനിക്ക് പ്രാർത്ഥിക്കണോ പ്രസംഗിക്കണോ? എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന്റെ ആരംഭമായിട്ടുള്ളൂ. സോളി മിക്കവാറും അതിന്റെ പകുതി മുക്കാലും പ്രസംഗിച്ചു. ഞാൻ അവളോട് മെസ്സേജ് ഷെയർ ചെയ്യുക ചെയ്തത്, അവൾ പങ്കുവെക്കുക ചെയ്തത്. അപ്പം ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ പങ്കുവെച്ചതിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് ചിലതും കൂടെ മനസ്സിലായി പ്രസംഗിക്കണം. കാരണം ഞാൻ വെള്ളിയാഴ്ച ദുബായി പ്രസംഗിച്ചില്ല. ദുബായിൽ ഇൻ ക്രൈസ്റ്റാണ് പ്രസംഗിച്ചത്. ഗുഡ് മെസ്സേജ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കണ്ണിന് കാണാനില്ലെങ്കിലും ഒരുവൻ കൂടെയുണ്ട്, കണ്ണിന് കാണാനില്ലെങ്കിലും യേശു കൂടെയുണ്ട്. ഓ കണ്ണിന് കാണാനില്ലെങ്കിലും യേശു കൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഈ പകൽ മുതൽ നിങ്ങളുടെ ശുശ്രൂഷ നിലവാരം മാറാൻ പോകുന്നു. നിങ്ങൾ ഇനി പോയിട്ട് യോഹന്നാന്റെ ലേഖനവും യോഹന്നാന്റെ സുവിശേഷവും 1-ാം അധ്യായം മുതൽ അതിന് 20-ാം വാക്യം വരെയും 1-ാം അധ്യായം 10-ാം വാക്യം വരെയൊക്കെ വായിക്കണം. അർത്ഥമേ മാറിപ്പോവും. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുക, ഞങ്ങൾ കണ്ടത്, കേട്ടത്, തൊട്ടത്, അനുഭവിച്ചത്. ആ അനുഭവിച്ചതാ ഞാൻ നിങ്ങളോട് പറയുന്നേ. ഞാൻ അനുഭവിക്കുന്ന അതേ കാര്യം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതിന് അത് പറയുന്നതെന്ന്. ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും പ്രസംഗിച്ചതാ. പക്ഷേ ഇന്നെനിക്കൊരു കാര്യം അറിയാം. യോഹന്നാനെ എങ്ങനെ കർത്താവിനെ കണ്ടോ, തൊട്ടോ, അനുഭവിച്ചോ, അതിൽ ഒട്ടും കുറയാതെ ഞങ്ങൾക്ക് കാണാനും തൊടാനും അനുഭവിക്കാനും കഴിയും. ഒരു ഹല്ലേലൂയ പറയാമോ? ഇനി യോഹന്നാന്റെ ലേഖനം വിട്ടിട്ട് നിങ്ങൾ സുവിശേഷത്തിലേക്ക് പോവാം. 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കണം. ഒരു പുതിയ റെവലേഷൻ യോഹന്നാൻ പറയുവോ? ഒരു നല്ല ഹാമീൻ പറയാമോ നിങ്ങൾക്ക്? യോഹന്നാൻ അവസാനം 18-ാം വാക്യം വഴിയും പറഞ്ഞു, പിതാവിനെ ആരും കണ്ടിട്ടില്ല, പക്ഷെ പിതാവിനെ മടിയിലിരുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയത് ഞാൻ കണ്ടു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, യേശുവിലൂടെ പിതാവിനെയും ആര് കണ്ടിരുന്നു? യോഹന്നാൻ കണ്ടിരുന്നു. യേശു മരിച്ചു ഉയർത്തതിന് ശേഷമാണ് അവർക്ക് ആ റെവലേഷൻ ഉണ്ടായെന്നേ ഉള്ളൂ. എങ്കിൽ അതേ റെവലേഷൻ നമ്മുടെ അകത്തേക്ക് വന്നാൽ അതേപോലെ ഒരു റിലേഷനിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ഉള്ളിലെ കൺസെപ്റ്റ് നോക്കിയാൽ നമ്മുടെ ഉള്ളിലെ കൺസെപ്റ്റ് ഇങ്ങനെയാണോ? അല്ല. യേശു നമ്മുടെ കൂടെ വെളിപ്പെടുവെന്നോ, യേശു നമ്മളോടൊപ്പം നടക്കുമെന്നോ, യേശുവിനെ നമുക്ക് കാണാമെന്നോ അങ്ങനെയൊന്നും നമ്മുടെ കളയിലില്ല. നമുക്ക് യേശുവിനെ കാണാൻ ഒരു പിക്ചർ മതി. പക്ഷെ അങ്ങനെയല്ല കർത്താവ് ആഗ്രഹിച്ചത്. യേശു വന്നപ്പോൾ പറഞ്ഞു കണ്ടോ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ ആരാധിക്കുന്നില്ല, കൈയടിക്കുന്നില്ല. അടുത്തിരിക്കുന്നവരോട് പറ, സ്വർഗത്തിലെ പോലെ എവിടെ ആവണമെന്ന്? ഈ സ്വർഗത്തിലെ പോലെ എങ്ങനെ ഭൂമിയാവുന്നേ? സ്വർഗത്തിലെ പോലെ ഭൂമി ആകേണ്ടതിനാണ് സത്യത്തിൽ ആദാമിനെ ദൈവം ഇവിടെ ആക്കിയത്. ദൈവം എന്ത് ചെയ്തത്? സ്വർഗത്തിന്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയാ ദൈവം ആദാമിനെ ആക്കിയത്. പക്ഷെ ആദാം ഫെയിലായി. യേശു ഈ ലോകത്ത് എന്തിനാ വന്നതെന്നറിയോ? നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമേ നമ്മുടെ തലയിലുള്ളൂ. പക്ഷേ സ്വർഗത്തിന്റെ പദ്ധതി സ്വർഗത്തിന് ഭൂമിയിലേക്ക് വന്നിട്ട് അതിനെ ഇരട്ടിപ്പിക്കാനാ സ്വർഗത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് സ്വർഗം പറഞ്ഞത്, നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം? സ്വർഗം പോലെ എവിടെ ആകണം എന്ന് പറഞ്ഞ സ്വർഗം ഈ ഭൂമിയെ സന്ദർശിക്കണം, സ്വർഗം ഈ ഭൂമിയെ നിറയ്ക്കണം. സ്വർഗീയ നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ശരിക്കും പറഞ്ഞ ആത്മലോകം ഭൗമലോകത്തെ സന്ദർശിക്കണമെന്നും ആത്മലോകം ഭൗമലോകത്തിൽ നിറയണമെന്നുമാണ് യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഒരു ഹല്ലേലൂയ പറ. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങൊരു ചിന്ത കയറിയിട്ടില്ല. പക്ഷെ യേശു പറഞ്ഞത്, ഞാൻ വന്നത് സ്വർഗത്തെ എങ്ങനെയാണോ ഞാൻ കാണുന്നത് അതേപോലെ ഭൂമിയിലാകണമെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ വന്നത്. യേശു ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ ആളുകൾ പറഞ്ഞു ഇത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ്. കർത്താവ് പറഞ്ഞ അല്ലല്ല, അടുത്തിരിക്കുന്നവരുടെ അല്ലല്ല എന്ന് പറ.
പറ, ഞാൻ പറയുന്ന പോലെ പറ. അല്ലല്ല. എന്നിട്ട് പറഞ്ഞു, അതിന് പകരം യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഇവിടെ സ്ഥാപിതമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിശാചിന്റെ പ്രവർത്തികൾ അഴിയാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞ സ്വർഗീയ പാറ്റേൺ ഭൂമിയിലേക്ക് എപ്പോ വെളിപ്പെടുന്നു, അതോടെ യൗവനം വെളിപ്പെടും, അതോടെ രോഗസൗഖ്യം ഉണ്ടാകും, അവിടെ സൂപ്പർ നാച്ചുറൽ ആകാൻ തുടങ്ങും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കാര്യം എന്താ, കർത്താവേ എനിക്ക് അങ്ങോട്ടും വരണം, കർത്താവിന് ഇങ്ങോട്ടും വരണം, എപ്പോഴും പോകും വരികയും ചെയ്യുന്നൊരു പരിപാടിയാവണമെന്ന്. അത് യാഥാർത്ഥ്യമാവൂ? അതിനാ യേശു വന്നത്. ആത്മലോകം ഭൗമലോകത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാ യേശു വന്നത്. യേശു ഈ ഭൂമിയിൽ ചെയ്തത് ആത്മലോകത്തിന്റെ ആരംഭമായിരുന്നു. ആത്മലോകം എങ്ങനെയായി ഭൂമിയെ നിയന്ത്രിക്കുന്നതെന്ന് കാണിച്ചു തരിക ചെയ്തത്. മരണത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, അഴുകിയ ലാസറിനെ എഴുന്നേൽപ്പിച്ചു, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു, വെള്ളത്തിന് മേൽ കൂടെ നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ ഈ ലോകത്തിന് ആ യേശുവിന്റെ മേൽ യാതൊരു സ്വാധീനമില്ലായിരുന്നു. എന്നാൽ യേശുവിന് ഈ ലോകത്തിന് മേൽ മുഴുവൻ സ്വാധീനം ഉണ്ടായിരുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കിയുള്ള അടുത്ത ആഴ്ച പ്രസംഗിക്കാം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ വിശ്വസിക്കുന്ന അസാധാരണമായ കാര്യങ്ങൾ ഇന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കര ഉയർത്തി പറയാ, കർത്താവേ, ആത്മലോകം ഭൗമലോകത്തെ തൊടുന്നത് ഞങ്ങൾ അനുഭവിക്കേണ്ടതിനെ ഞങ്ങളെ സഹായിക്കണം. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് യേശു കൂടെ നടക്കുന്ന, യേശുവിനെ കാണുന്ന അനുഭവത്തിൽ ജീവിക്കാനായി പറ്റും. നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അങ്ങനൊരു ജീവിതം ഉണ്ട്. പരിശുദ്ധാത്മാവേ, ഞാനിന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ഉദാഹരണം ഓർമ്മ വന്നു. അതിൻ്റെ ഉദ്ദേശം, നീ ഇവരെ ആ വിധത്തിലേക്ക് കൊണ്ടുവരുവാൻ പോകുന്നു എന്ന് ഞങ്ങൾ ഈ പകൽ വിശ്വസിക്കുന്ന കർത്താവ്. ഈ സീസൺ അതിൻ്റെയാണ്, ഈ കാലഘട്ടം അതിൻ്റെയാണ്, ഈ സമയം അതിൻ്റെയാണ്. Thank you, Holy Spirit.